2016 പുറത്തിറങ്ങിയ കാറ്റലോണിയൻ ചിത്രമാണ് ലയ. ഇത് പ്രശസ്ത കാറ്റലൻ സാഹിത്യകാരനായ സാൽവഡോർ എസ്പ്രിയു എഴുതിയ ലയ എന്ന പേരിൽ തന്നെയുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എസ്പ്രിയുവിന്റെ കൃതികളിൽ പതിവായി കാണുന്ന പോലെ മനുഷ്യന്റെ ഉള്ളിലെ ഭയം, സമൂഹത്തിന്റെ ക്രൂരത, മതാധിഷ്ഠിത ചട്ടങ്ങൾ, സ്ത്രീയുടെ ഒറ്റപ്പെടൽ തുടങ്ങിയ വിഷയങ്ങളാണ് സിനിമയുടെ ആധാരം. സ്പെയിനിലെ ഒരു സാങ്കല്പിക കടൽ തീരത്തെ ഒരു യുവതിയുടെ ദുരന്തഭരിതമായ ജീവിതമാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥ നടക്കുന്നത് കാറ്റലോണിയയിലെ കടലിനോട് ചേർന്ന ഒരു ഗ്രാമത്തിലാണ്. പുറമെ ശാന്തവും സൗഹൃദപരവുമായ ഈ ഗ്രാമം അകത്തളങ്ങളിൽ കർശനമായ മതവിശ്വാസവും പഴങ്കഥകളും കൊണ്ട് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതവും മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾക്ക് വിധേയമാണ്. അഭ്യൂഹങ്ങളും സംശയങ്ങളും അവിടെ വളരെ വേഗത്തിൽ പരക്കും. ഈ ഗ്രാമത്തിലാണ് ലയ ജനിച്ചു വളർന്നത്. ലയ ബാല്യത്തിൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തയായിരുന്നു. അവൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തുറന്നു പറയാനുമുള്ള ധൈര്യമുണ്ട്. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ എപ്പിലെപ്സി എന്ന അസുഖം ബാധിച്ചിരുന്ന അവളെ ശപിക്കപ്പെട്ടവളായാണ് ഗ്രാമത്തിലുള്ളവർ കണക്കാക്കിയത്. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും അസുഖത്തിന്റെ പേരിൽ അവളെ ഒറ്റപ്പെടുത്തി. പക്ഷെ അവൾ തളർന്നില്ല. കര അവൾക്ക് നൽകാത്ത സ്വാതന്ത്ര്യവും സന്തോഷവും അവൾ കടലിൽ കണ്ടെത്തിയിരുന്നു. കടൽ തീരത്ത് വസ്ത്രങ്ങളെല്ലാം അഴിച്ചുവെച്ച് കടലിന്റെ അതിരില്ലാത്ത സ്വാതന്ത്ര്യത്തിൽ അവൾ മണിക്കൂറുകൾ ചിലവഴിക്കുമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അതിസുന്ദരിയായി തന്നെ അവൾ വളർന്നു. പക്ഷേ അവളുടെ ധൈര്യവും വ്യത്യസ്തമായ പെരുമാറ്റവും പുരുഷന്മാരെ അവളിലേക്ക് അടുപ്പിച്ചില്ല. പുറമേ അവളെ കുറ്റം പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഗ്രാമത്തിലെ പയ്യന്മാർക്കെല്ലാം അവളോട് അതിയായ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തിന്റെ ചട്ടപ്രകാരം അവിടെ സ്ത്രീകൾ പുരുഷന്മാർക്ക് വിധേയരും വിനയമുള്ളവരുമായിരിക്കണം. അതിനാൽ ലയയെ പോലൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരു കുടുംബക്കാരും സമ്മതിക്കില്ല. അങ്ങനെ ഒരു നാൾ കിലോട്ട് എന്നൊരു മത്സ്യത്തൊഴിലാളി ലയയെ കണ്ട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. കിലോട്ട് ലയയുടെ ബാല്യകാല സുഹൃത്തായിരുന്നു. അയാളെ കൂടാതെ എസ്റ്റീവ്, ആന്റൺ എന്നീ 2 സുഹൃത്തുക്കൾ കൂടി അവൾക്കുണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് തങ്ങളെക്കാൾ മിടുക്കിയായിരുന്ന ലയയെ കിലോട്ടും എസ്റ്റീവും ആന്റണും ഒത്തിരിയധികം ഉപദ്രവിച്ചിരുന്നു. അവൾക്ക് അസുഖം വരുമ്പോൾ മന്ത്രവാദിനി എന്നൊക്കെ വിളിച്ച് ബുള്ളി ചെയ്യുമായിരുന്നു. പക്ഷേ അവൾ വളർന്നൊരു സുന്ദരിയായി മാറിയപ്പോൾ കിലോട്ടിനും എസ്റ്റീവിനും ഒരേ സമയം ലയയോട് അഭിനിവേശം തോന്നാൻ തുടങ്ങി. ഇത് അവൾക്കും അറിയാമായിരുന്നു. കിലോട്ടിന്റെയും എസ്റ്റീവിന്റെയും സ്വഭാവങ്ങൾ തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ടായിരുന്നു. കിലോട്ട് വളരെ പരുക്കൻ സ്വഭാവമുള്ള മെയിൽ ഈഗോ കൊണ്ട് നടക്കുന്ന വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരുവൻ. എസ്റ്റീവ് ആണെങ്കിൽ നേരെ മറിച്ച് പുറത്തൊക്കെ പോയി പഠിച്ച് വളരെ സോഫ്റ്റായി പെരുമാറുന്ന റൊമാൻറ്റിക്കായ ഒരാൾ. പക്ഷേ അവൾക്ക് എസ്റ്റീവിനെ സ്വീകരിക്കാൻ നിർവാഹമില്ലായിരുന്നു. അയാൾ വിവാഹിതനായിരുന്നു. അയാളുടെ ഭാര്യ കുടുംബമോ ആ കരയിലെ ഏറ്റവും വലിയ പ്രമാണിമാരും. എസ്റ്റീവിന്റെ ഭാര്യ കൂനിയും വിരൂപയുമായിരുന്നു. ഭർത്താവിന്റെ സ്നേഹത്തിനു വേണ്ടി പിറകെ നടന്നും പ്രാർത്ഥിച്ചും ജീവിക്കുന്നവൾ. മനസ്സിൽ ലയ മാത്രമായിരുന്നതിനാൽ അയാൾ തന്റെ ഭാര്യയിൽ യാതൊരു താല്പര്യവും കാണിച്ചില്ല. എസ്റ്റീവുമായുള്ള വിവാഹം നടക്കില്ല എന്നറിയാമായിരുന്നത് കൊണ്ട് ലയ കിലോട്ടിനെ സ്വീകരിച്ചു. അവളുടെ ശരീര സൗന്ദര്യത്തിൽ മതിമറന്നു നടക്കുകയായിരുന്നു അയാൾ. വിവാഹശേഷം ദിവസങ്ങൾ കടന്നുപോയി. ആദ്യമെല്ലാം വിവാഹ ജീവിതം സന്തോഷകരമായിരുന്നു. പക്ഷേ ദിനങ്ങൾ കടന്നുപോയതോടുകൂടി പൊതുവെ പരുക്കനായിരുന്ന കിലോട്ട് കൂടുതൽ കർക്കശക്കാരനായി. വിവാഹ ജീവിതത്തിൽ അവൾ യാതൊരു സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്നില്ല. അങ്ങനെ ലയ ഗർഭിണിയാകുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പക്ഷേ കുഞ്ഞ് ഡീഫോംഡ് ആയിരുന്നു. വികൃത രൂപമുള്ള കുഞ്ഞിനെ കണ്ട് സഹിക്കാൻ വയ്യാതെ കിലോട്ട് ഒരു മുഴുക്കുടിയനായി മാറി. പ്രസവ ദിവസം തന്നെ അയാൾ ലയയെ മർദ്ദിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇത് പതിവുമായി. ഭക്ഷണം കഴിക്കാനും അവളെ മർദ്ദിക്കാനുമല്ലാതെ അയാൾ വീട്ടിലേക്ക് വരാതായി എന്ന അവസ്ഥയിലായി. എല്ലാം കൊണ്ടും അടുത്ത അവൾക്ക് സ്വന്തം ജീവിതത്തോട് തന്നെ ദേഷ്യം തോന്നി തുടങ്ങി. വിരൂപയായ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന്റെ പേരിൽ ഒറ്റപ്പെടലും ശാപവാക്കുകളും ചാട്ടവാറടിയും മാത്രമായി ഒതുങ്ങി അവളുടെ കുടുംബജീവിതം. ഭർത്താവിനെ വെറുത്തു തുടങ്ങിയ അവൾ അതുവരെ അവഗണിച്ചു വിട്ടിരുന്ന എസ്റ്റീവിനോട് അടുപ്പം കാണിക്കാൻ തുടങ്ങി. അടുപ്പം പതിയെ ശാരീരിക ബന്ധത്തിലേക്കും വഴിമാറി. തന്റെ ഭർത്താവിനെ വഞ്ചിക്കുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തുകയായിരുന്നു. അതിനവൾ തിരഞ്ഞെടുത്തത് അയാളുടെ ആത്മാർത്ഥ സുഹൃത്തിനെയും. പലരും രാത്രികാലങ്ങളിൽ എസ്റ്റീവ് ലയയുടെ വീടിനുള്ളിലേക്ക് കടക്കുന്നത് കാണാൻ തുടങ്ങി. അവളുടെ സ്വഭാവശുദ്ധി നാട്ടിൽ ഒരു ചർച്ചാ വിഷയമായി. ഇത്തരം വാർത്തകൾ കിലോട്ടിനെ കൂടുതൽ ചൊടിപ്പിച്ചു. അയാൾ അവളെ കൂടുതൽ പീഡിപ്പിക്കാൻ തുടങ്ങി.
ഇന്ന് അയാൾക്ക് അവളോട് ഒരു തരിമ്പ് സ്നേഹമില്ല. കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാറുകൂടിയുമില്ല. കിലോട്ടിന്റെ മറ്റൊരു സുഹൃത്തായിരുന്നു ആന്റൺ. അയാൾ ഒരു നല്ല യുവാവായിരുന്നു. തന്റെ പിതാവും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായിരുന്നു അയാളുടെ ലോകം. അയാൾ സ്നേഹിക്കുന്ന പെൺകുട്ടി അനീറ്റ ലയയുടെ കൂട്ടുകാരിയും കൂടിയായിരുന്നു. ഒരു നാൾ ലയയും അനീറ്റയും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. അനീറ്റ പറഞ്ഞു, ലയ കിലോട്ടിനെ വഞ്ചിക്കുന്ന പോലെ, സ്റ്റീവ് അയാളുടെ ഭാര്യയെ ചതിക്കുന്ന പോലെ ആന്റൺ ഒരിക്കലും ചെയ്യില്ല എന്ന്. എന്നാൽ എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്ന് ലയയും വാദിച്ചു. അനീറ്റയെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ മാത്രം ലയ ആന്റനോട് അടുത്തിടപഴകാൻ തുടങ്ങി. കുറച്ചു നേരത്തേക്ക് മാത്രം. പക്ഷെ അവളുടെ സർപ്പ സൗന്ദര്യത്തിൽ വീണുപോയ ആന്റൺ തന്റെ കാമുകിയായ അനീറ്റയോട് അകലം പാലിക്കാൻ തുടങ്ങിയതിനു ശേഷം. അങ്ങനെ ആ ബെറ്റിൽ ലയ തന്നെ ജയിച്ചു. പക്ഷെ ഒരു നാൾ രാത്രി തന്റെ വാതിൽ മുട്ടുന്നതാരെന്ന് നോക്കിയ ലയ ഞെട്ടിപ്പോയി. ആന്റൺ. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച അയാളെ അവൾ അതിനനുവദിച്ചില്ല. എങ്ങനെയും അവളോടൊപ്പം ജീവിക്കാൻ തയ്യാറായി വന്നതായിരുന്നു അയാൾ. പക്ഷേ മേശമേൽ തന്നെ തന്റെ ഉറ്റ സുഹൃത്തായ സ്റ്റീവിന്റെ തൊപ്പി കണ്ടപ്പോൾ ആന്റൺ ഞെട്ടിപ്പോയി. അകത്ത് സ്റ്റീവ് ഉണ്ട്. അപ്പോൾ ഇവൾ ഓൾറെഡി തന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയാണ്. നിരാശയോടെ ആന്റൺ മടങ്ങിപ്പോയി. ആ രാത്രിക്ക് ശേഷം അയാൾ ആരോടും മിണ്ടാതായി. മോശപ്പെട്ടവളാണെന്നറിഞ്ഞിട്ടും ലയയോടുള്ള അഭിനിവേശത്തിൽ നിന്നും അവന് മുക്തി ലഭിച്ചില്ല. ആന്റൺ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കാതായപ്പോൾ ആന്റന്റെ അച്ഛൻ കാര്യം അന്വേഷിച്ചു. ലയയാണ് തന്റെ മകന്റെ ദുഃഖകാരണമെന്ന് അയാൾ മനസ്സിലാക്കി. അവളിൽ നിന്നകന്നു നിൽക്കാൻ അയാൾ മകനെ ഉപദേശിച്ചു. പക്ഷേ നാൾക്ക് നാൾ ഏറി വന്ന വിരഹദുഃഖം താങ്ങാനാകാതെ ആന്റൺ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ഇതറിഞ്ഞ ലയ ഞെട്ടിപ്പോയി. ആന്റന്റെ പിതാവിന് സത്യമറിയാമായിരുന്നതിനാൽ സമൂഹം ലയയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. കൂട്ടുകാരിയുടെ കാമുകനെ തട്ടിയെടുത്തവൾ എന്ന ചീത്തപ്പേര് കൂടി അവൾക്ക് കിട്ടി. എല്ലാവരും അവളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. കുറച്ചു നാളുകൾക്ക് ശേഷം ഗ്രാമത്തിൽ ഒരു പകർച്ചവ്യാധി വ്യാപിച്ചു. ഒരുപാട് പേർ മരിച്ചു വീണു. മരിച്ചവരെയെല്ലാം അനാഥ ശവങ്ങൾ പോലെ ചുടുകാട്ടിലടക്കി. അക്കൂട്ടത്തിൽ ലയയുടെ പിഞ്ചു കുഞ്ഞുമുണ്ടായിരുന്നു. ശ്മശാനത്തിൽ അടക്കിന് അതിന്റെ പിതാവായ കിലോട്ടിന് പോലും വരാൻ കഴിഞ്ഞില്ല. ലയ ഒറ്റയ്ക്ക് അവളുടെ കുഞ്ഞിന് കാവലിരുന്നു. ഇതവളിൽ തന്റെ ഗ്രാമത്തോടും ഭർത്താവിനോടുമുള്ള പക ആളി കത്തിച്ചു. അവൾ സ്റ്റീവിന്റെ സഹായത്തോടെ കിലോട്ടിനെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ തന്റെ പ്രിയ സുഹൃത്തിനെ കൊല്ലാൻ സ്റ്റീവ് ആദ്യമൊന്നും കൂട്ടുനിന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് കള്ളുഷാപ്പിൽ വച്ച് ആന്റന്റെ പിതാവ് സ്റ്റീവിനെ രാത്രി ലയയുടെ വീട്ടിൽ കണ്ട കാര്യം എല്ലാവരോടും വിളിച്ചു പറയുന്നത്. കിലോട്ടും ഇത് കേട്ട് ഞെട്ടിപ്പോയി. കോപം കൊണ്ട് ജ്വലിച്ച അയാൾ വീട്ടിൽ ചെന്ന് ലയയെ അതിക്രൂരമായി തന്നെ ഉപദ്രവിച്ചു. അയാളുടെ ക്രൂരതയിൽ മനമെടുത്ത അവൾ സ്റ്റീവിനോട് താണുകീണ് അപേക്ഷിച്ചു അവളെ രക്ഷിക്കാൻ. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു സ്റ്റീവ്. അന്ന് രാത്രി സ്റ്റീവും കിലോട്ടും കൂടിയാണ് മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത്. ഭാര്യയുടെ അവിഹിതം കൈയോടെ പിടിച്ചെങ്കിലും കിലോട്ട് സ്റ്റീവിനോട് ദേഷ്യം പുറത്തു കാണിച്ചില്ല. സ്റ്റീവും ലയയും തമ്മിലുള്ള ബന്ധം ഓൾറെഡി അറിയാമായിരുന്ന സ്റ്റീവിന്റെ കൂനിയായ ഭാര്യയാകട്ടെ കിലോട്ടിനോടൊപ്പം കടലിൽ പോകരുതെന്ന് അയാളോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ലയെ മാത്രം മനസ്സിലുണ്ടായിരുന്ന സ്റ്റീവ് ആകട്ടെ അവൾക്ക് വേണ്ടി അന്ന് രാത്രി തന്നെ കിലോട്ടിനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചാണ് കടലിലേക്ക് പോയത്. അന്ന് രാത്രി കടൽ വളരെ പ്രക്ഷുബ്ധയായിരുന്നു. കാറ്റും മഴയും കൊണ്ട് മീൻ പിടിക്കാൻ പോയ പല ബോട്ടുകളും മുങ്ങിയെന്ന വാർത്തയാണ് കടലിൽ തിരിച്ചെത്തിയത്. ലയയും സ്റ്റീവിന്റെ ഭാര്യയും കടൽക്കരയിൽ ഭയത്തോടെ പ്രതീക്ഷയോടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇരുവരും കാത്തിരുന്നത് ഒരാൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ തിരികെ വന്ന ബോട്ടിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് കിലോട്ടായിരുന്നു. ഇരു സ്ത്രീകളും അലമുറയിട്ട് കരയാൻ തുടങ്ങി. അയാൾ സ്റ്റീവിനെ കൊന്നിട്ട് വന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ബോട്ട് അപകടത്തിൽപ്പെട്ടുവെന്നും സ്റ്റീവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും അയാൾ എല്ലാവരോടും പറഞ്ഞു. ജീവിതത്തിലെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട് തകർന്നു നിന്ന ലയയോട് വിജയീഭാവത്തോടെ വീട്ടിലേക്ക് നടക്കാൻ പറഞ്ഞിട്ട് അയാൾ പോകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഇനി അങ്ങോട്ട് ലയയുടെ ജീവിതം എങ്ങനെയാകുമെന്നറിയാമായിരുന്ന ആ ഗ്രാമത്തിലെ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അവസാന സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്.
കുഞ്ഞിലായ 3 ആൺകുട്ടികളെ പരിചയപ്പെടുന്ന ഒരു രംഗം. കിലോട്ടും സ്റ്റീവും ആന്റണുമായിരുന്നു ആ 3 കുട്ടികൾ. കുട്ടിക്കാലത്ത് ലയ കിലോട്ടിനെ പുച്ഛിക്കുകയും അധിക്ഷേപിക്കുകയും അവന്റെ മറ്റൊരു 2 കൂട്ടുകാരെയും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞു കിലോട്ടിന്റെ മനസ്സിൽ അന്നുണ്ടായ പകയാണ് അവളോട്. വളർന്നു വന്നപ്പോൾ അവളെ തന്റെ വരുതിയിൽ നിർത്തണമെന്നതിലുപരി അയാൾക്ക് അവളോട് എന്തെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവോ എന്നറിയില്ല. പക്ഷേ അവളുടെ സൗന്ദര്യത്തിൽ മതിഭ്രമിച്ച അവന്റെ 2 കൂട്ടുകാരും ഇന്ന് ഈ ഭൂമിയിലില്ല. ഇനിയുള്ള കാലം അതിന്റെ ശിക്ഷ കൂടി അവൾ അനുഭവിക്കേണ്ടി വരും. ഇതിൽ ലയ എന്ന പെൺകുട്ടി ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുന്നതിനുപരി അവൾ എങ്ങനെ ഇങ്ങനെയായി എന്ന് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരസുഖത്തിന്റെ പേരിൽ കുട്ടിക്കാലം മുതൽ ഒറ്റപ്പെട്ടു വളർന്ന പെൺകുട്ടി, മാതാപിതാക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കിട്ടാതെ പോയ സ്നേഹം, തന്നെ വെറുക്കുന്ന നാട്ടുകാർ, ഇതിൽ നിന്നെല്ലാമാണ് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. മറ്റൊരു നാട്ടിലേക്ക് രക്ഷപ്പെടൽ, അതുമാത്രമായിരുന്നു അവളുടെ ഏക ലക്ഷ്യം. പക്ഷെ അവളുടെ വിധി എഴുതിയ പുസ്തകത്തിൽ സന്തോഷം എന്ന വാക്കുണ്ടായിരുന്നില്ല. അവളുടെ കുഞ്ഞിനെ കൊണ്ടുപോലും സന്തോഷിക്കാനുള്ള വിധി അവൾക്കില്ലായിരുന്നു. മറ്റൊരു വശം നോക്കിയാൽ ധൈര്യശാലിയായ, ദ്രോഹിച്ചവരെ പോലും ദയാപൂർവം സഹായിക്കുന്ന, സ്വയം കണ്ടെത്തിയ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന കരുത്തയായ ഒരു പെണ്ണായിരുന്നു അവൾ. പക്ഷേ അവളെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നത് സമൂഹമാണ്. അന്ധവിശ്വാസങ്ങളും അറിവില്ലായ്മയും കൊടികുത്തി വാഴുന്ന സമൂഹം. അതിന്റെ നിഴലിൽ നിന്നും ഓടിയകലാൻ അവൾക്കെന്നല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും കഴിയില്ല എന്നതാണ് സത്യം. ഈ കഥയിൽ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും ലയയെ ചെയ്ത പ്രവൃത്തികളും എടുത്ത തീരുമാനങ്ങളും ന്യായീകരണത്തിന് അർഹമാണോ? തന്റെ പാതിവൃത്യത്തിന് മേൽ ഒരു പെണ്ണ് സ്വാതന്ത്ര്യത്തിന് മുൻഗണന കൊടുക്കുന്നത് ശരിയായ തീരുമാനമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.